ഐശ്വര്യ, നമ്മുടെ പ്രതിഭാഹരിയുടെ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രതിഭാഹരിയുടെ ഭർത്താവ് അദ്ദേഹം ആത്മഹത്യയാണ് ചെയ്തത്. അദ്ദേഹം വല്ലാതെ ലഹരിക്ക് അടിമയായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ എൻ്റെ മരണകാരണം എൻ്റെ അമിതമായ ലഹരിയുടെ ഉപയോഗമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മഗതം എന്നോണം ആത്മഹത്യക്ക് മുന്നേ അദ്ദേഹം എഴുതിയ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞതായ ഒരു വാർത്തയൊക്കെ കേൾക്കുന്നു. പ്രതിഭാഹരിയുടെ പ്രശ്നം പറഞ്ഞു വരുമ്പോൾ പ്രതിഭാഹരി മകൻ്റെ പ്രശ്നം പുറത്ത് വന്നപ്പോൾ മകന് എക്സൈസ് പിടിച്ചു എന്നുള്ള സംഭവം വന്നപ്പോൾ പ്രതിഭാഹരി ഒരമ്മ എന്ന നിലയിൽ ഏതൊരമ്മമാർക്കും മക്കളെ അങ്ങനെ ഒരു ലഹരിക്ക് അടിമപ്പെട്ട് പോവാതിരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. എല്ലാ അമ്മമാരും അങ്ങനെയുള്ളവരാണ്. പിന്നെ ഒരു സിംഗിൾ മദറിന് അവരൊരു സിംഗിൾ മദർ കൂടിയാണ്. ഭർത്താവില്ലാണ്ട് കുട്ടീനെ വളർത്തിക്കൊണ്ടുവന്ന ഒരു ലേഡി എന്നുള്ള രീതിയിൽ അവർക്കുണ്ടാവുന്ന സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് മാനിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് മകനെ ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടിയിട്ട് അവർ മാധ്യമപ്രവർത്തകർ പറഞ്ഞ കുറച്ച് ഭാഷകൾ അതിനോട് എനിക്ക് അത് ഭയങ്കര മോശമായിട്ടുള്ള ശവം കൊത്തി തിന്നുന്നവരെന്നും അതെ അതൊക്കെ കുറച്ച് ധാർഷ്ട്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അത് പിന്നെ മാപ്പ് പറയിക്കാൻ നടന്നിട്ട് അവസാനം ഇപ്പൊ എന്തായി എന്നുള്ളത് നമ്മൾ 24ന്റെ ഹാഷ്മി കൊടുത്ത മറുപടി നമ്മൾ മാത്രമല്ല അവരുടെ ആ റിപ്പോർട്ടർ കൊടുത്ത മറുപടി മനു മഹിപാലൻ അതെ അതെ ഉറപ്പായിട്ടും അവരൊക്കെ കൊടുത്ത മറുപടികളിൽ കൃത്യമായിട്ട് തന്നെ മാപ്പ് പറയിക്കാൻ നടന്നവരുടെ അവസ്ഥ എന്താണെന്നുള്ളതും നമ്മളിപ്പോൾ കണ്ടു. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, ഒരു അമ്മ എന്ന നിലയിൽ അവരുടെ ബുദ്ധിമുട്ടിനെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോഴും അവര് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉറഞ്ഞു തുള്ളിയിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ല എന്നുള്ളതും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്ലസ് ഈ ഹരി എന്ന് പറയുന്ന അവരുടെ ഭർത്താവിൻ്റെ അവർ തമ്മിലുള്ള ഈ ഡിവോഴ്സ് കാലഘട്ടം മുതൽ ഈ വിവാദങ്ങളിലെ ഒരു നായിക തന്നെയാണ് പ്രതിഭാഹരി. പ്രതിഭാഹരിയുടെ ജീവിതവും രാഷ്ട്രീയവും ഒരുപോലെ വിവാദമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ വിവാഹ ജീവിതത്തിൽ നമ്മളുടെ ഹരിയായിട്ട് SFI കാലഘട്ടത്തിൽ തുടങ്ങിയ SFI കാലഘട്ടത്തിൽ തുടങ്ങിയ പരിചയമാണ്. അത് കഴിഞ്ഞിട്ട് പ്രതിഭയുടെ ഒരു രാഷ്ട്രീയ വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുള്ളതായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടെ നിന്ന് അങ്ങോട്ട് കായംകുളം MLA, അങ്ങനെ പെട്ടെന്നുള്ള വളർച്ചയായിരുന്നു പ്രതിഭയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതേസമയം ഹരിക്ക് എവിടെയോ വെച്ച് ജീവിതത്തിന്റെ എവിടെയോ ഒരു താളപ്പിഴവിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഒരു ഗവൺമെന്റ് ജോലി കിട്ടുന്നു ഇടയിൽ. അങ്ങനെ ജോലി കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയം വിട്ട് ഒരു മുഴുവൻ സമയ ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹത്തിന്റെ ജോലിയിൽ മാത്രം ആയിട്ട് KCB-യിലായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായിട്ട് തുടങ്ങി. പിന്നെ എവിടെയോ വെച്ചിട്ട് അദ്ദേഹം ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകളെ പറ്റി പറയുവാണെങ്കിൽ ഇത് പറഞ്ഞു വരുമ്പോൾ പ്രതിഭ തന്നെ അന്ന് ഇതുപോലെ പ്രതിഭ പെട്ടെന്ന് കയറി നമ്മൾ സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കുന്നത് ഇത്തിരി കൂടുതലുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അന്ന് പ്രതിഭ പ്രതികരിച്ചത് അന്ന് പ്രതിഭ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ മാനം വിറ്റൂടെയെന്നോ ശരീരം വിറ്റ് തിന്നൂടെയെന്നോ അല്ല അന്ന് പറഞ്ഞത് എന്തോ ശരീരം വിറ്റ് തിന്നുന്നതാണ് ഇതിലും ഭേദം. ഇങ്ങനത്തെ പ്രശ്നങ്ങളും അപവാദങ്ങളും ഉണ്ടാക്കുന്നത് ചില സൂര്യ നമ്പൂതിരിപ്പാടുമാരാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ്. പക്ഷെ പിന്നീട് വന്നു അത്തരം ഒരു സൂര്യ നമ്പൂതിരിപ്പാടെന്ന് പറയുന്നത് ഈ നുണ പറഞ്ഞു നടക്കുന്ന പക്ഷെ ഏതോ ഒരു സൂര്യ നമ്പൂതിരിപ്പാട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന രീതിയിലും കഥകൾ വന്നിട്ടുണ്ട്. കഥകളാണ്, നമുക്കറിയില്ല. അതെ, അത് നമുക്കറിയില്ല. പിന്നെ നമ്മുടെ പ്രതിഭയ്ക്കെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും അവരുടെ വിവാദങ്ങളിൽ നിറഞ്ഞത് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ചുരിദാർ ഇട്ടുകൊണ്ട് നിയമസഭയിൽ പോകുന്നു. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരതിന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിൽ ഇന്ന ഡ്രസ് ഇട്ടേ കയറാവുള്ളൂ എന്ന് പറയുന്ന റൂളോ റെഗുലേഷൻസ് ഒന്നുമില്ല. പിന്നെ കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആക്കിയ ആൾക്കാർ ലെഗിൻ ഇട്ടിട്ട് പോകുന്നു. ലെഗിൻസ് നമ്മുടെ ടൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ലെഗിൻസ് ഇടുന്നു. പിന്നെ പുരുഷ സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങി നടക്കുന്നു. അങ്ങനത്തെ വിവാദങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു പ്രതിഭാഹരി. ഞാൻ അറിഞ്ഞിടത്തോളം അവരെ ഒരുപാട് വിവാദം പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിലും ജീവിതത്തിലും യുവതി ആയതുകൊണ്ടായിരിക്കാം പുരുഷന്മാർക്ക് പുരുഷ മേധാവിത്വത്തിന് ഒരു ഇതുണ്ട്. കാര്യം ചിലർക്കൊക്കെ തങ്ങളുടെയൊക്കെ ഇംഗിതത്തിന് ചിലർ വഴങ്ങിയില്ലെങ്കിൽ അവർക്കെതിരെ കഥകൾ ഉണ്ടാക്കുന്ന പുരുഷ മേധാവിത്വത്തിന്റെ ഒരു നശിച്ച പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. സിംഗിൾ മദർ എന്നുള്ള രീതിയിലും പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്.
പ്രത്യേകിച്ച് CPM അത് നമ്മൾ CPM കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവാണ്, CPM അവർ അധികകാലം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഒരു രാഷ്ട്രീയ പഠനം, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമ്മൾ ഉറ്റുനോക്കുമ്പോൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലതും പ്രതിഭ പതിയെ BJP-ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നതും BJP-ക്കാരാണ്. സംസാരിച്ചതും ഒക്കെ വെച്ചിട്ട് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതല്ല. കാര്യം ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്നിപ്പോൾ പ്രതിഭയെ എന്ന് ഉൾക്കൊള്ളാനൊരു മനസ്സുള്ളവരല്ല. പ്രതിഭയ്ക്ക് അനുകൂലമല്ല. അല്ല, പ്രതിഭയ്ക്കെന്നല്ല, ആലപ്പുഴയിൽ പാർട്ടി ഉണ്ടായ കാലം മുതൽ വിഭാഗീയത മാത്രമുള്ളൊരു സ്ഥലമാണ് അത്. പ്രതിഭ എന്നല്ല, ഇനി ആര് അവിടെ ഉണ്ടായിരുന്നാലും അവരെല്ലാം മാറ്റി കാലാകാലങ്ങളിൽ ഓരോ പ്രതിഭയും ദലീമ ജോജോ വരെ പോകുന്നുണ്ട്. പ്രതികരണങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ആലപ്പുഴ വിഭാഗീയതയുടെ ഒരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് CPM അടിക്കടി പറയുന്ന അവരുടെ ഒരു ഇതുണ്ട്, മര്യാദ, അച്ചടക്കം എന്നൊക്കെ പറയുന്നതുണ്ട്. ആ അച്ചടക്ക മര്യാദ, കാര്യം ഇത്തരത്തിൽ തങ്ങളെ ഒരു പാർട്ടി വേട്ടയാടുകയാണ്. ഇപ്പൊ ദലീമ പോലും അല്ലെങ്കിൽ പ്രതിഭ പോലും അച്ചടക്കം വിട്ടുകൊണ്ട് പാർട്ടി വേദികളിലാണ് തങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് മറന്നുകൊണ്ട് പൊതുവേദിയിൽ എല്ലാവരും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വെട്ടിത്തുറന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ ഇപ്പൊ PK ശശി പോലും ഫേസ്ബുക്കിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം PK ശശിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു വേറൊരു സ്റ്റോറിയാണ്. അതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അല്ല, ഇതുപോലെ നമ്മൾ പാർട്ടി മീറ്റിങ്ങുകളിൽ മാത്രം പറയണം എന്നുള്ളത് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും എന്ന് സൂചിപ്പിച്ചതാണ്. അല്ല, ഇവിടെ നമുക്കിതിൽ പറയാനുള്ളത് പ്രതിഭാഹരിയെ എങ്ങനെയും പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു ലക്ഷ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭരണം കാലാവധി തീരുന്നവരെ ഇവർ ഇതിൽ തന്നെ ഉണ്ടാകും. ശേഷം അവർക്ക് സീറ്റ് നിഷേധമോ കാര്യങ്ങളോ വരുമ്പോൾ എന്നെ ഇത്രയും ചവിട്ടി കുത്തിയത്. കാര്യം ഇപ്പൊ MP രാജേഷ് ഇടപെട്ടിട്ടാണ് അവരുടെ മകന്റെ കേസിലെ ആ എക്സൈസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത്. MP രാജേഷ് എക്സൈസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് കൊണ്ട് എന്താണ് ചെയ്ത തെറ്റ് എന്തായാലും പുറത്തു വരാൻ പോകുക. ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തു. തെറ്റ് തന്നെയാണ് അത്. MLA മോനല്ല, ഇനി ആരുടെ MLA മോനെ പിടിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. ഏതായാലും ഞങ്ങള് ചർച്ചയിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഹരിയുടെ കാര്യത്തിലേക്ക് ഹസ്ബൻഡിന്റെ മരണത്തില് ഇപ്പോ അമ്മ എന്ന നിലയിൽ നമ്മുടെ പ്രതിഭ ഹരി കുറെ അങ്ങനെ ന്യായീകരിക്കുന്നത് നമ്മൾ കേട്ടു. കുട്ടികൾ അങ്ങനെ പോവാണ്ടിരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഹരി അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ലഹരിയാണ് എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കിയത്, ഞാൻ പിൻവാങ്ങുകയാണ്, ആരോടും പരിഭവമില്ലാതെ ആരോടും പരാതികളില്ലാതെ ഞാൻ പോകുകയാണ്. ഇതായിരുന്നു ഹരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്ന കുറച്ച് വരി. പക്ഷെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ് എത്രത്തോളം അദ്ദേഹവും ലഹരി അദ്ദേഹത്തെയും നശിപ്പിച്ചു എന്ന് അദ്ദേഹം അവസാനം കൺഫസ് ചെയ്തതിന് ശേഷമാണ് പോകുന്നത്. അപ്പൊ അതുപോലെ ഒരു അച്ഛന്റെ മകനാണ്. അച്ഛന്റെ ഇത് വളർത്തുദോഷം എന്നുള്ള വേറൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ അച്ഛന്റെ പാതയിലേക്ക് മകനും വരുമ്പോ അമ്മ എന്ന നിലയിൽ പ്രതിഭയ്ക്ക് ഇത് സഹിക്കാവുന്നതിൽ ആ അച്ഛന്റെ പാതയിലേക്ക് മകൻ വന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും പ്രതിഭ എന്ന് പറയുന്ന അല്ല, അമ്മ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകാം. പക്ഷെ അമ്മയ്ക്ക് തെറ്റിപ്പോയത് ആകെ ആ മകനെ ന്യായീകരിച്ച് മെഴുകാൻ ശ്രമിച്ചെടുത്താണ് അമ്മയോട് നമുക്ക് അതെ വിയോജിപ്പുള്ളത് അവിടെ കൊണ്ടാണ്. അവിടെയാണ് വിയോജിപ്പുള്ളത്. അമ്മ എന്ന രീതിയിൽ ഇടപെട്ടത് അത് നേരായ രീതിയിൽ തെറ്റ് ചെയ്തത് മകനാണെങ്കിൽ ആ മകനെ നേർവഴിക്ക് കൊണ്ടുവരാൻ മാനിക്കേണ്ടത്. VS അച്യുതാനന്ദനും അതുപോലെയാണ്. അരുൺകുമാറിനെതിരെ ഈ കേസ് അല്ലെങ്കിൽ പോലും വേറൊരു കേസ് വന്ന കോടിയേരി അദ്ദേഹത്തിന്റെ സെക്രട്ടറി സ്ഥാനം, പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. അന്നാണ് ഈ തലയ്ക്ക് ബോധമില്ലാത്ത വിജയരാഘവനെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആക്കുന്നത്. ഏതായാലും ഈ ചർച്ചയിൽ ഐശ്വര്യ തന്നെ പറഞ്ഞ് ചർച്ച കൺക്ലൂഡ് ചെയ്തോളൂ പറഞ്ഞിട്ട്. ഇതിപ്പോ നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ ഈ ഒരു ചർച്ചയിൽ നമുക്ക് പറയാതെ പോകാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മയക്കുമരുന്ന് ഇപ്പോഴത്തെ ഒരു ഓവർ നമ്മുടെ എറണാകുളം ഒക്കെ അതിന്റെ ഒക്കെ ഒരു കേന്ദ്രമായി ഇപ്പൊ 3 ഗ്രാം ആയതുകൊണ്ട് കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാറ്റി ഈ കേസ് ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. 30 ഗ്രാം എന്ന് പറയുന്നത് 90 ഗ്രാം എന്നാണ് ആദ്യം ഒരു ഉദ്യോഗസ്ഥന്റെ വായിന്ന് വന്നൊരു കാര്യം. 90 ഗ്രാം ആണ്, പിന്നെ അത് 30 ആയി, 3 ഗ്രാം ആക്കിയാണ് ആ കേസ് തള്ളിപ്പോയത്. കൊച്ചിയിൽ കേരള കൗമുദിയിൽ നേരത്തെ വന്നിട്ടുള്ളൊരു ലേഖനത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആ റിപ്പോർട്ട് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു വർഷം നമ്മളുടെ ജില്ലയിൽ വലയിലായിട്ടുള്ള വിദ്യാലയങ്ങള് ഈ മയക്കുമരുന്ന് കേസിൽ എറണാകുളത്ത് 116 വിദ്യാലയങ്ങളാണ് ഈ കഞ്ചാവ് ലോബിയുടെ കയ്യിലുള്ളത്. തൃശ്ശൂർ 103, പാലക്കാട് 98, തിരുവനന്തപുരം 91,
കോഴിക്കോട് 90, മലപ്പുറം 84, കൊല്ലം 82, കണ്ണൂർ 79, ഇടുക്കി 72, കോട്ടയം 60, കാസർഗോഡ് 54, ആലപ്പുഴ 51, പത്തനംതിട്ട 46, വയനാട് 31. ഏറ്റവും കുറവ് വയനാടാണ്. ഏറ്റവും കുറവ് വയനാടാണെങ്കിലും ഈ സംഖ്യ മാത്രം ഒന്ന് എടുത്ത് നോക്കൂ. ഇത്രയും വിദ്യാർത്ഥികളുടെ എണ്ണം അല്ല ഈ പറയുന്നത്, വിദ്യാലയങ്ങളുടെ എണ്ണമാണ് ചേട്ടാ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഇത്രയും വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇവരൊക്കെ അടുത്ത ഒരു ഒരു 15 വർഷം കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഇറങ്ങി വരുന്നത് ഏത് രീതിയിലേക്കായിരിക്കും? അല്ല, ഈ 30 വയസ്സുകാരനെ കുത്തിക്കൊന്നത് കഞ്ചാവ് ലഹരിയിലായിരുന്നു പറയുന്നത്. ഒരു പെൺകുട്ടിയുമായി നിന്നത് ചോദ്യം ചെയ്യാനായി ഇവിടെ എവിടെയാണ്? തൃശ്ശൂർ. അവൻ കഞ്ചാവ് ലഹരിയിലായിരുന്നു. അയ്യോ പാവം ചെറിയ കുട്ടിയല്ലേ എന്ന് പറയേണ്ട കാര്യമല്ല. ഒരു കാരണത്തിലും അവൻ ഇല്ലാപ്പുള്ളിയല്ല. അവനൊക്കെ ഒരു 10 വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെ സ്ക്രീനിൽ കാണിക്കും. ചർച്ച അവസാനിപ്പിക്കുമോ? നമുക്ക് സംസാരിച്ചു. എന്തായാലും നമുക്ക് ഈ ചർച്ചയ്ക്ക് നമ്മൾ പ്രതിഭാഹരി എന്താണോ, അവരുടെ മകൻ എന്താണോ, ഇതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഈ ലഹരി വിമുക്ത കേരളം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഈ ലഹരിയുടെ ഉപയോഗം നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ചുകൊണ്ട് വന്ന് നമ്മളുടെ പുതിയ തലമുറ, നമ്മുടെ കുട്ടികൾ, എനിക്കും ഒരു മോളുണ്ട്, ചേട്ടനും 2 മക്കളുണ്ട്, പേടിയാവുകയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ എനിക്കൊരു എനിക്കൊരു തോക്ക് വേണം, എനിക്കൊരു AK-47 വേണം, എനിക്കൊരു വാക്കത്തി വേണം, അല്ലെങ്കിൽ എനിക്കൊരു വടിവാൾ വേണം. കാരണം എനിക്കൊരു മകളുണ്ട്, എനിക്ക് അവൾ ജീവനാണ്. ശരിക്കും നമ്മുടെ മക്കളെ വളർത്തണമെങ്കിൽ പോലും ഇതുപോലെയുള്ള ലഹരി മൂത്ത് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരു സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കും എന്ന് ഓർക്കുമ്പോൾ നല്ല പേടിയുണ്ട് ഒരു അമ്മ എന്നുള്ള നിലയിൽ. അമ്മ എന്ന രീതിയിലല്ല, മാതാപിതാക്കന്മാർ തന്നെ നല്ല സങ്കടത്തിലാണ്. കാര്യം ദൂരെ നിന്ന് പഠിക്കുന്ന മക്കളുള്ളവരുണ്ട്, അടുത്തുള്ളവരുണ്ട്. എങ്ങനെയാണ് ഈ പോക്ക് എന്നുള്ള കാര്യത്തിൽ വല്ലാത്ത ആശങ്കയാണ്. ഉറപ്പായിട്ടും